ഹലോ ഗൈസ്. 2025 വാസ് ഗോയിങ് ടു എൻഡ്. അപ്പോൾ ഞാൻ ലാഗ് അടുപ്പിച്ചിട്ട് പോകുന്നില്ല. അപ്പോൾ ഞാൻ 2025 ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ കൂടെ പഠിച്ചതല്ല, എൻ്റെ എക്സ്പീരിയൻസും അങ്ങനെ എൻ്റെ 2025 ഏറ്റവും വലിയ ലെസൺസും അങ്ങനെ ലൈഫിൽ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ലൈഫിലാണ് ലെസൺസ് പഠിക്കുന്നത്, സ്കൂളിലല്ല. കാരണം സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന ഒരു പാഠപുസ്തകമല്ല. എന്താ പറയുക, സ്കൂളിൽ നിന്ന് നിങ്ങൾ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ പഠിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടുമ്പോൾ, അതായത് 1 to 3 മിനിറ്റ് അങ്ങനെ എന്തെങ്കിലുമാണ് ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ട് മാത്രം എന്നെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മെച്ചിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ വീഡിയോസ് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരോട് പറയാനുള്ളതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഒരു ഷോർട്ട് വീഡിയോ 1 to 3 മിനിറ്റ് അങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു മിനിറ്റ് വീഡിയോസ് കണ്ട് നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കറിയില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിൽ നിന്ന് നമ്മൾ പഠിക്കാത്ത ഒരുപാട് ലെസൺസ് നമ്മൾ ലൈഫിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അതായത് എന്താ പറയുക, യഥാർത്ഥ ജീവിതം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പാഠം പഠിപ്പിച്ചിട്ട് പിന്നെ പരീക്ഷണം നടത്തുന്നു, അങ്ങനെയല്ല. അതായത് ഇപ്പോൾ സ്കൂളിൽ നിന്ന് നമ്മളൊരു പാഠം പഠിപ്പിക്കും, എന്നിട്ട് നമ്മളതിന് ഒരു എക്സാം നടത്തും, അങ്ങനെയാണ്. പക്ഷേ യഥാർത്ഥ ജീവിതം എന്ന് വെച്ചാൽ ഒരു പരീക്ഷണം നടത്തിയിട്ട് പിന്നെ പാഠം പഠിപ്പിക്കും, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്നല്ല, ഇതിൻ്റെ പാർട്ട് 2, 3 ഒക്കെ ആയിട്ട് ഉണ്ടാവും, എനിക്കറിയില്ല. അപ്പോൾ 2025 കഴിയാനായില്ലേ, എല്ലാവർക്കും എന്തായാലും പ്ലാൻ. എനിക്കൊന്നുമില്ല, ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കണം. ഞാൻ ന്യൂ ഇയർ ന്യൂ മീ, അത്രേ ഉള്ളൂ. ന്യൂ മീ എന്ന് വെച്ചാൽ ഓൾസോ മൈ പേഴ്സണാലിറ്റി മാത്രമല്ല, ചിലപ്പോൾ എനിക്ക് ഒരുപാട് ഹോബീസ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പോൾ ഫസ്റ്റ് വന്ന് വെച്ചാൽ മനുഷ്യരെ പറ്റിയാണ്. ഒരു കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരും നിങ്ങളുടെ ആരുമല്ല എന്നുള്ളത് സത്യം. അതായത് ഇന്ന് നിങ്ങളുടെ ബെസ്റ്റ് ആയിരിക്കും, അവൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, അതിൻ്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കും, ഇത് ഗേൾ ഫ്രണ്ട് ആയിരിക്കും, അങ്ങനെ ഓരോരുത്തരും നിങ്ങളുടെ ആരൊക്കെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇതൊന്നും എന്താ പറയുക, എപ്പോഴും ഉണ്ടാകുന്നതല്ല. ഇതൊക്കെ ടെമ്പററിയാണ്. പീപ്പിൾസ് ആർ ടെമ്പററി. ബിക്കോസ് ആഫ്റ്റർ നമുക്ക് റിയലൈസ് ചെയ്യുന്നത് ചില ഘട്ടത്തിലാണ് നമുക്കിതൊക്കെ റിയലൈസ് ചെയ്യാം. അതായത് എന്താ പറയുക, പെട്ടെന്നാണ് നമ്മൾ ആരും ആ പറഞ്ഞ നമ്മളുടെ ആരൊക്കെയാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ചിലർ നമ്മൾ ആരും അല്ലാതെ ഇരിക്കാം. അങ്ങനെ ആവുന്ന സമയത്ത് യു ജസ്റ്റ് ഹേർട്ട് ഇറ്റ്. ബിക്കോസ് ആ ഒരാൾക്ക് എന്താ പറയുക, ആ ഒരു പേഴ്സണിനെ നിങ്ങൾ അത്രയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ യു ജസ്റ്റ് ഹേർട്ട് ഇറ്റ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ആർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടിരിക്കുക. ലൈക്ക് എനിക്ക് ഇവളോട് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് അവനോട് ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ബിഹേവ് ചെയ്യാനല്ല. ബി കൈൻഡ്, ബട്ട് എന്താ പറയുക, മുഴുകിപ്പോവരുത് ഒരു മനുഷ്യനിൽ. അത് നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ, ബെസ്റ്റ് ആയിക്കോട്ടെ, ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ, എന്താ പറഞ്ഞത്, ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ആരായാലും ലൈക്ക് നമ്മളെ വീട്ടിലുള്ളവരല്ലാണ്ട് ചിലപ്പോൾ അവരുണ്ടാവില്ല, അല്ലാണ്ട് വേറെ ആരും നമ്മളെ കൂടെ ഒരിക്കലും ഉണ്ടാവില്ല. അതായത് പീപ്പിൾ ജസ്റ്റ് ഗോ. അപ്പോൾ ബി കെയർഫുൾ. അതാണ് ഞാൻ ഒന്നാമത് പഠിച്ച കാര്യം. മീൻസ് ഞാൻ മാത്രം പഠിച്ച കാര്യമല്ല, മിക്കവാറും ആൾക്കാരും പഠിച്ചൊരു കാര്യമായിരിക്കും അത്. എന്നുവെച്ചാൽ ഒരുപാട് പേര് നമുക്കറിയുന്ന, നമുക്കിഷ്ടമുള്ള, അതായത് ഇഷ്ടമുള്ള മീൻസ് നമ്മൾ ലവർ മാത്രമല്ല, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും. നമ്മൾ ഫ്രണ്ട് ആയിക്കോട്ടെ, ബെസ്റ്റ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആസ് എ ഗേൾ അങ്ങനെ ആയിക്കോട്ടെ, ആസ് എ ഗേൾ അങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ആരായാലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാൾ പെട്ടെന്നില്ലാണ്ടായിരിക്കും, അത് ഇറ്റ് ഹേർട്സ്. അപ്പോൾ ആർക്കും മനസ്സിലാക്കുക, ഒരു എന്താ പറയുക, ഒരു സംഭവം ഇല്ലാണ്ട്, ഐ മീൻ എന്താ പറയുക, ഒരു ഇതില്ലാണ്ട് ഒരിക്കലും ഒരാളും നമ്മളുടെ ജീവിതത്തിലേക്ക് വരില്ല. നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരാൾക്ക് പോലും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കരുത് എന്നല്ല, ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വെച്ചാൽ നമ്മൾ അത്രയും ഓരോ പാർട്ടിലും ഓരോ ലെസൺസ് ആയിട്ട് വരുന്നതായിരിക്കും. ഈ പാർട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇമ്പോർട്ടൻസ് കൊടുക്കരുത് അങ്ങനെയൊന്നുമല്ല. ഒരു കാര്യമില്ലാണ്ട് ഒരു മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരില്ല. അത് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവും, ഉറപ്പാണ്. ആൻഡ് ലെറ്റ് ദം ഗോ. നമ്മളെ വേണ്ടാത്തവർക്ക് നമുക്കും വേണ്ട.
ലെറ്റ് ദം ഗോ. അവർ പോട്ടെ. നമ്മൾ പിന്നെ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും ഒന്നും പഴയതുപോലെ ആവില്ല. അല്ലെങ്കിൽ നീ പഴയതാവണം, അല്ലാതെ ഒരിക്കലും ഒന്നും പഴയതുപോലെ ആവില്ല എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യണം. ഐ ജസ്റ്റ് ഡു ഹാൻഡ് ജസ്റ്റേഴ്സ് വിത്ത് മൈ ഫിംഗർ. സോറി, ഹാൻഡ് ജസ്റ്റേഴ്സ് വിത്ത് മൈ ഫിംഗർ, അങ്ങനെയല്ല, കൈകൊണ്ട് ഞാൻ ഇങ്ങനെ എന്താ പറയുക ജസ്റ്റേഴ്സ് കാണിക്കുന്നത്, ഒന്നും വിചാരിക്കരുത്. മൈ സ്പീക്കിംഗ് ടൈപ്പ് അങ്ങനെയാണ്, ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് പേഴ്സണാണ്. ഓൾസോ ഐ സ്പീക്ക് വിത്ത് മൈ ഹാൻഡ്സ്. ഞാൻ വായ കൊണ്ട് മാത്രമല്ല സംസാരിക്കുന്നത്. ലൈക്ക് ഞാൻ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അതെനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഹാൻഡ് ജസ്റ്റേഴ്സ് കൂടി യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ്, അല്ലാണ്ട് യു ഡോണ്ട് തിങ്ക് എനിത്തിങ് അബൌട്ട് ഇറ്റ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്താ പറയുക, ആരെയും അമിതമായി വിശ്വസിക്കരുത്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ 2025 പഠിച്ച കുറച്ച് കാര്യങ്ങൾ. ഇത് പാർട്ട് 1 ആണ്, ഇത് ഫസ്റ്റ് ലെസണാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കി വെച്ചോ. നന്ദി. എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്.